നമസ്കാരം. കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയുള്ള 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക. കാരണം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണസമിതിക്ക് ഇനിയും കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ 2-2.5 വർഷങ്ങൾക്ക് ശേഷമേ ഇനി മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കിയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഘടകം എന്ന് പറയുന്നത് BJP ആണ്. സാധാരണ നിലയിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ത്രിവർണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ നിരവധിയാണ്. 23,000-ൽ പരം വാർഡുകളിൽ മത്സരം നടക്കുമ്പോൾ അതിലേറിയ കൂറിലും BJP വലിയൊരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ BJPയും LDFും UDFും തമ്മിലുള്ള ഒരു വലിയ ത്രികോണ മത്സരമാണ് ഇക്കൊല്ലം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് വ്യക്തമാണ്. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ വളരെ പ്രധാനമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് തിരുവനന്തപുരത്ത്. കാരണം കഴിഞ്ഞ 2 ടേമുകളിലായി അവിടുത്തെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. 35ഓളം സീറ്റുകൾ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും, അതായത് 2020 തെരഞ്ഞെടുപ്പിലും 2015 തെരഞ്ഞെടുപ്പിലും നേടിയിരുന്നു. പക്ഷേ ഇത്തവണ അധികാരം നേടിയെടുക്കുക, അല്ലെങ്കിൽ വർഷങ്ങളായി തുടരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ച് ഈ അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ സ്വാധീനം കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 20% വോട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്ന് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അവിടെ ഒരു അക്കൗണ്ട് തുറക്കാനും സാധിച്ചു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വലിയൊരു പോരാട്ടം നടത്താനും സാധിച്ചു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഇക്കൊല്ലം BJPക്കുണ്ട്. കാരണം തിരുവനന്തപുരത്തെ ഉദാഹരണം മാത്രം എടുത്താൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71ഓളം വരുന്ന കോർപ്പറേഷൻ വാർഡുകളിൽ BJP 1-ാം സ്ഥാനത്താണ്. ഇതിൽ ഏറിയ കൂറും വോട്ടുകൾ കുറയാതെ പിടിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനായി എല്ലാ ഒരുക്കങ്ങളും വളരെ നേരത്തെ തന്നെ BJP തുടങ്ങിയിരുന്നു. ഈ ഒരുക്കങ്ങളുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് BJPയുടെയും RSSൻ്റെയും ഒരു ഏകോപനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RSS വളരെ വ്യക്തമായി തന്നെ, അല്ലെങ്കിൽ വളരെ ശക്തമായി തന്നെ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും RSSൻ്റെ ഇടപെടലുകൾ വളരെ പ്രകടമാണ്. അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണം, ഇതെല്ലാം തന്നെ RSSൻ്റെ വ്യക്തമായ മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും അതുതന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷൻ, പ്രത്യേകിച്ചും നേമം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോർപ്പറേഷൻ വാർഡുകൾ, ആ വാർഡുകൾ വളരെ ശക്തമായ BJP സ്വാധീന വാർഡുകളാണ്. ഇവിടങ്ങളിൽ നിന്നും ധാരാളം കൗൺസിലർമാർ ഇപ്പോൾ തന്നെ നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. ഈ നേമം വാർഡുകളിൽ, അല്ലെങ്കിൽ നേമം നിയോജക മണ്ഡലത്തിലെ വാർഡുകൾ, അത് ഇത്തവണയും വിജയിച്ചു വരാൻ സാധിക്കും. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ വാർഡുകൾ വളരെ കൃത്യമായ പ്രചരണത്തിലൂടെ പിടിക്കുക എന്നുള്ളതാണ് RSSൻ്റെ തന്ത്രം. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ RSS കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നതിൻ്റെ പ്രചരണ ചുമതലയടക്കം ഏറ്റെടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം RSS ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, BJPക്ക് RSS കൃത്യമായ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിക്കും, ഏതൊക്കെ മണ്ഡലങ്ങളാണ് പിടിച്ചെടുക്കേണ്ടത്, എത്ര മണ്ഡലങ്ങൾ ആയിരിക്കും ഇത്തവണ BJP വിജയിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ BJP നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അത്തരം വാർഡുകളിൽ വളരെ കൃത്യമായ പാർട്ടി മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഈ പ്രചരണത്തിന് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. മുൻ DGP ആയിട്ടുള്ള സംസ്ഥാനത്തെ, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ കൂടിയായ R ശ്രീലേഖയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗത്തിനിറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് R ശ്രീലേഖയാണ്. തിരുവനന്തപുരത്ത് VV രാജേഷും മത്സരിക്കുന്നുണ്ട്. VV രാജേഷിനെ ഒരു ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിലാണ്
ഇപ്പോൾ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. ആ രീതിയിലാണ് ബി കൃത്യമായി കളം പിടിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് RSS ചൂണ്ടിക്കാണിക്കുന്ന സീറ്റുകളിൽ വളരെ കൃത്യമായ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം അതാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാണ്. കോൺഗ്രസ് ഒരു സർപ്രൈസ് എൻട്രിയായി അടുത്ത കാലത്ത് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ രംഗത്തെത്തിയെങ്കിലും കോൺഗ്രസിന് ഇത്തവണയും കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ തിരുവനന്തപുരത്ത് കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. 55ഓളം സീറ്റുകളിൽ പാർട്ടിക്ക് വിജയിക്കാം എന്നാണ് RSS BJPക്ക് നൽകിയിരിക്കുന്ന സൂചന. അങ്ങനെ ഈ 55 കേന്ദ്രങ്ങളിൽ 71ഓളം വരുന്ന വാർഡുകളിലാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് BJPക്ക് സ്വാധീനമുള്ളത്. BJP ഒന്നാം സ്ഥാനത്തുള്ളത്. പക്ഷേ 55 സീറ്റുകളിൽ ഉറപ്പായും വിജയിക്കാം. മാത്രമല്ല 11ഓളം സീറ്റുകൾ, ഈ 55 സീറ്റുകൾക്ക് പുറമെ മറ്റ് 11ഓളം സീറ്റുകളിൽ വളരെ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. ആ പോരാട്ടങ്ങളിൽ ആ സീറ്റുകളിലും വിജയിച്ചു വരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ പ്രകടനം BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പൊതുവെ RSSനെ പോലെയുള്ള സംഘടനകൾ BJPക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അത് ഗ്രൗണ്ട് റിപ്പോർട്ടാണ്. കാരണം RSSന് കൃത്യമായി തന്നെ താഴെത്തട്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന സംഘടനയാണ്. ഈ അടുത്ത കാലത്ത് ഭാരതമൊട്ടുക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ഏകോപനം നടക്കുന്നുണ്ട്. വളരെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ, ആ നിലമൊരുക്കൽ ഇതെല്ലാം നടത്തുന്നത് RSS ആണ്. RSSൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് BJPയുടെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുക. ആ മാതൃകയിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. BJPയുടെ തന്ത്രങ്ങൾ എന്തൊക്കെ, BJP ഏതൊക്കെ ദിശയിൽ ഏതൊക്കെ വേഗതയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി നിരീക്ഷിക്കുകയാണ് UDFും LDFും. എന്തായാലും കടുത്ത വെല്ലുവിളി UDFനും LDFനും BJP ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.